ഹലോ ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ആദ്യാസ് വ്ളോഗ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു ഇച്ചിരി ലേറ്റായി ഞാനിത് അപ്ലോഡ് ചെയ്യാൻ. നമ്മൾ 1 day tour എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിസംബർ മന്തിലെങ്ങാണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 1 day tour, ഒരു ദിവസത്തെ. അപ്പോൾ അന്നത്തെ ഓൾറെഡി ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പാർട്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അൽഖയർ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കാണാത്തവർക്ക് കാണാം കേട്ടോ. നല്ല ഒരു നഴ്സറീനെ പറ്റിയിട്ട് അതായിരുന്നു. പിന്നെ പച്ചമല ബീച്ചായിരുന്നു സെക്കൻഡിൻ്റെ കാണിച്ചത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ മനാമ സൂക്കിലോട്ടേക്കാണ് പോയത്. അപ്പോൾ അറിയാമല്ലോ, ബഹ്റിനിലുള്ള തലസ്ഥാനമാണ് മനാമ, ബഹ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ മെയിൻ അവിടുത്തെ മനാമ ഗേറ്റൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കൊറോണ ആയതുകൊണ്ടൊന്നും ഇവിടെ ആരുമില്ല, പല കടകളും അടച്ചിട്ടാണുള്ളത്, ഒരു തിരക്കുമില്ല. അപ്പോൾ ഈ ഒരു സാധനം ഇപ്പം പല കാര്യങ്ങളും കാണിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല. പിന്നെ ചില ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. കണ്ട ഈ ഒരു എപ്പോഴും എനിക്ക് ഈ ഒരു ഏരിയ കാണുമ്പോൾ എനിക്ക് ഗുരുവായൂർ കാണുന്നൊരു പ്രതീതിയാണ്. ആ ഒരു എൻട്രൻസിലെ ബിഗിനി, അതിൻ്റെ ഇങ്ങനെ ഈ തോരണമൊക്കെ ഉള്ള ആ ഒരു ഇതാ കാണുക. ഇവിടെ കുറച്ച് ആൾക്കാരായിരിക്കും ഇരിക്കുക, അല്ലാത്ത ടൈമിൽ ഈ ഒരു സമയത്തൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പിന്നെ മാത്രമല്ല, ആവണി നാട്ടിലെത്തി കഴിഞ്ഞു. ആവണി നാട്ടിൽ പോകുന്നതിൻ്റെ ഷോപ്പിങ്ങും കൂടി ആയിരുന്നു ഞങ്ങൾ അന്ന്. പിന്നെ കുറച്ച് മൊബൈൽ, കുറച്ച് ജ്വല്ലറി കാര്യങ്ങൾ, ഗോൾഡ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഗോൾഡ് സൂക്കൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വ്ളോഗ് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അമ്മ ഇങ്ങനെ ഓരോ കടകളൊക്കെ നോക്കി നോക്കി നടക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഇവിടെ വീഡിയോ എന്തായാലും എടുക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ എടുക്കാം. നിറച്ച് ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്കൊരു, മാത്രമല്ല അറബികളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നറിയില്ല. കാരണം അവർ കുറച്ചൊരു അങ്ങനത്തെ ഒരു ഇതുള്ള ആൾക്കാരാണല്ലോ. ഇവിടെ ഇപ്പം അറബ്സിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്, അതായത് ഇത് പില്ലോ അങ്ങനത്തെ ഒക്കെ ഭയങ്കര കാശാണ്. ഓരോന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ 10 ദിനാറ് 8 ദിനാറ് അങ്ങനെയല്ല. അപ്പം നമ്മൾ സാധാരണ വാങ്ങിക്കുകയാണ്. ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതെല്ലാം ഒന്നിച്ച് വാങ്ങി നാട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങി അയച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ നടക്കുള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞതാണ്. ഈ കടയിൽ ബുക്കൂറാണ്, നമ്മളിങ്ങനെ സ്മെല്ലിന് വേണ്ടി പുകയ്ക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സാധനങ്ങളാണ് ഈ ഒരു ഷോപ്പിലുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിക്ചേഴ്സ് വിൽക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഷോപ്പ് ഇവിടെ മെയിൻ ആയിട്ട് കാണുന്ന ഇതാണ് വേറെ. പിന്നെ ഈ ഒരു ഏരിയയിലാണ് മൊബൈൽ ഷോപ്സ് അങ്ങനെയുള്ള. ഞങ്ങൾക്ക് 1-2 മൊബൈലിൻ്റെ സൺസ്റ്റാർ ട്രേഡിങ്ങിലെ മൊബൈൽ ഷോപ്പ്, 1-2 മൊബൈൽ വാങ്ങിക്കാനും പിന്നെ മൊബൈൽ റിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാം ഉണ്ട്. മൊബൈലിൻ്റെ നമ്മൾ സെൽഫി സ്റ്റിക്ക്, ഞങ്ങൾ ഈ സ്റ്റിക്ക് വാങ്ങിച്ചു, ഈ സെൽഫി സ്റ്റിക്ക് വ്ളോഗേഴ്സിന് വേണ്ടിയിട്ടുള്ള
പല ഇങ്ങനെ ടേൺ ചെയ്യുന്ന ടൈപ്പിലുള്ള സ്റ്റിക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് വാങ്ങിച്ചില്ല, ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ട്, ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്, ടിക്ടോക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ഈ റൗണ്ട് ലൈറ്റ് ഉള്ളത്. പിന്നെ ഇതൊക്കെ മൊബൈൽ കവറുകളാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മൊബൈൽ റിപ്പയറിന് കൊടുത്തിട്ട് ആണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഈ ഏരിയയിൽ കുറേ ജ്വല്ലറി ഷോപ്സാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അവണിക്ക് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഷോപ്പാട്ടോ, മഹാറാണി ജ്വല്ലറീസിലാണ് കയറിയത്. മലയാളികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ബഹ്റൈനിലുള്ള ആൾക്കാർക്ക് ബെസ്റ്റാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ. വാറ്റ് ഫ്രീ ആണ് അവിടെ. വാറ്റ് എന്ന് പറയുന്നത് നമ്മൾ GST പോലത്തെ. അപ്പോൾ ഇവിടെ വെച്ചാൽ നല്ല അവർ പണിക്കൂലിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലൊരു ഷോപ്പ്, നല്ല കളക്ഷൻസും ഉണ്ട്. നല്ല സർവീസും, നല്ല സർവീസാണ് എല്ലാവരും അവിടുത്തെ സ്റ്റാഫൊക്കെ. നല്ല ഈ ഡിസംബർ ടൈമിലായതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല നല്ല മോതിരങ്ങൾ, പെൻഡൻ, മാലകൾ, ഡിസൈൻസ് എല്ലാം നല്ല കളക്ഷൻസൊക്കെ ഉള്ള നല്ല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ല ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഓരോ റിങ് വാങ്ങിച്ചു. ഞാനും വാങ്ങിച്ചു, ആവണിയും വാങ്ങിച്ചു. ഇതിന്
42 ദിനാറാണ് ഈ ഒരു റിങ്ങിന്. പക്ഷെ കൊള്ളാട്ടോ, നല്ലൊരു റിങ്ങായിരുന്നു. 42 BD അവർ നല്ല അതിൻ്റെ മേക്കിംഗ് ചാർജൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് തന്നത്. പിന്നെ വാങ്ങിച്ചത് അമ്മയ്ക്കൊരു വളയും വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞങ്ങൾ മഹാറാണിയിൽ നിന്ന് വാങ്ങിച്ചത്. അതുമാത്രമല്ല, ആവണിക്ക് വേണ്ടിയിട്ട് പാദസരവും ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും എന്റെ കയ്യിലിട്ടത്. ഞങ്ങൾ ഈ 2 പിന്നെ ഇത് നമ്മൾ ഒരേ ടൈപ്പ് വളയും ഒരു ബ്രേസ്ലെറ്റ്, കൊലുസ്, മാല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങള് മഹാറാണിന്ന് ഇറങ്ങുവാണ് കേട്ടോ തിരിച്ച്. ഓക്കെ, അപ്പൊ തിരിച്ച് വീണ്ടും വരാം. അപ്പോൾ ഇത് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു, 2-3 മണിയൊക്കെ ആയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിശന്ന് പൊരിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ യത്തീം സെൻറ്ററിലുള്ള അലോസ്ര റെസ്റ്റോറൻറ്റിലാണ് പിന്നെ പോയത്. പക്ഷെ കൊള്ളാട്ടോ, നല്ല ഫുഡാണ് അലോസ്രയിൽ. അപ്പോൾ അങ്ങനെ അവിടെ ആ കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മൾ അഡ്രസ്സൊക്കെ കൊടുക്കണം അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരുടെ. അങ്ങനെ അജു അങ്ങനെ ഞങ്ങളുടെ അഡ്രസ്സും പേരൊക്കെ എഴുതുകയാണ്. അമ്മ അപ്പം നമ്മളിവിടെ വന്നിരുന്നു. എല്ലാവരും ഭയങ്കര ടയേർഡായി. ഫുഡ് കിട്ടിയാൽ മതി. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്, വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട്. ചേച്ചി ഇവിടെ ഭയങ്കര ഓർഡർ ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ഓണാണ്. ഇപ്പോൾ സാലഡ്സൊക്കെ വന്നു ഫസ്റ്റ് തന്നെ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ, പിന്നെ എന്താ പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നാൻ. ഇത്രയും കാര്യങ്ങളായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ, അടിപൊളി ഫ്രൈഡ് റൈസ്.
ഫുഡ് എങ്ങനെയുണ്ട് ചേച്ചി? അച്ചു സൂപ്പർ ഫുഡ്. എല്ലാവരും നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അറ്റാക്കിങ് തന്നെയായിരുന്നു. പ്ലേറ്റ് കംപ്ലീറ്റ് നല്ല രീതിയിൽ കാലിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫുഡ് കളി കഴിഞ്ഞു. അടിപൊളിയല്ലായിരുന്നോ? വയറ് നിറഞ്ഞു. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി തിരിച്ചു പോവാൻ നിൽക്കാം. വല്ലാത്തൊരു കറക്കം. ഇതേ മാസ്കൊക്കെ ഊരിപ്പോന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മനാമ സൂക്കിലോട്ടുള്ള യാത്രകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാം വേറൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.